പിന്നെ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞശാലയിലേക്ക് ഒരിക്കൽ സനൽകുമാരാദി ഋഷീശ്വരന്മാർ വന്നു എന്നാണ്, അദ്ദേഹത്തെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്. ആ സനൽകുമാരാദികളെ സ്വീകരിച്ച് അദ്ദേഹം പറയണു, നിങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ എനിക്ക് യാതൊരു അധികാരമില്ല. അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാ, ഹേ ദ്വിജശ്രേഷ്ഠന്മാരായിട്ടുള്ള സനകാദി യോഗീശ്വരന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോട് കുശലാന്വേഷണം ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അത് ഔചിത്യമില്ലാത്തതാണ് എന്ന് പറയാണ്. സനകാദികളെ പോലെയുള്ള സജ്ജനങ്ങളെ കണ്ടാൽ സുഖല്ലേ, നമ്മൾ പലരോടും ചോദിക്കാറുണ്ട് സുഖല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഋഷീശ്വരന്മാരുടെ അങ്ങനെയുള്ള ചോദ്യം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ്. ഭവത്സു കുശല പ്രശ്ന ആത്മാരാമേഷു നേഷ്യതേ, അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളെപ്പോഴും സുഖമായിട്ടിരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ സനൽകുമാരന്മാരിൽ നിന്നും സതുപദേശങ്ങളൊക്കെ നേടിയ ഒരിക്കൽ അദ്ദേഹം തൻ്റെ രാജ്യഭാരമെല്ലാം മകനായിട്ടുള്ള വിജിതാശ്വൻ മുതലായിട്ടുള്ളവർക്കൊക്കെ ഭരണമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം പൃഥു പത്നിയോട് കൂടിയിട്ട് കാട്ടിലേക്ക് പോയി എന്നും ആ കാട്ടിൽ വെച്ച് ഒരു കാട്ടുതീയിൽപ്പെട്ട് ശരീരത്തെ ഉപേക്ഷിച്ചു പൃഥു. സതീധർമ്മപ്രകാരം പത്നിയായിട്ടുള്ള അർച്ചിസും ആ ചെതയിൽ ചാടി മരിച്ചു എന്നൊക്കെയാണ്, ശരീരത്തെ ഉപേക്ഷിച്ചു. എല്ലാവരും ആ അർച്ചിസിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പാടുന്നു. ഭഗവാന്റെ കൂടെ ജനിക്കുക, ഭഗവാന്റെ കൂടെ ജീവിക്കുക, ഭഗവാന്റെ കൂടെ ശരീരത്തെ ഉപേക്ഷിക്കുക, മഹാഭാഗ്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. അർച്ചിസിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പാടുന്നതായിട്ട് കേൾക്കാം. അങ്ങനെ പൃഥുവിൻ്റെ ചരിത്രത്തിന് ശേഷം ആ വംശത്തിൽ മറ്റൊരു രാജാവ് ബർഹിഷത്ത് എന്നു പേരുള്ളൊരു മഹാരാജാവ്. ആ ബർഹിഷത്തിന് 10 പുത്രന്മാരുണ്ടായി പത്നിയിൽ. ആ 10 പുത്രന്മാർക്കും കൂടി പറയുന്ന പേരാണെന്ത്? പ്രചേതസഹ എന്ന്, പ്രചേതസ്സുകൾ എന്നാണ്. 10 പേരും തുല്യനാമവ്രതാഹ. പ്രാചീനബർഹിഷപുത്രാഹ ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാതാ പ്രചേതസാം. ഒരുമിച്ച് 10 പേര് ജനിച്ചു എന്നുള്ളത് മാത്രമല്ല, എല്ലാ ഗുണങ്ങളെ കൊണ്ടും തുല്യരായിരുന്നവർ. അതുകൊണ്ടൊക്കെ തന്നെ ഈ 10 പേർക്കും കൂടിയിട്ട് ഒരു പേര് ഇട്ടുള്ളൂ. എന്താണത്? പ്രചേതസ്സുകൾ എന്ന്. ശതദ്രുതിയിൽ ഈ ബർഹിഷത്തിനുണ്ടായ പുത്രന്മാർ പ്രചേതസ്സുകൾ. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഈശ്വരനെ ഉപാസിച്ചുകൊണ്ട് തിരിച്ചു വരൂ, പിന്നെ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു പ്രചേതസ്സുകളെ. അവർ പടിഞ്ഞാറ് തീരത്തുള്ള പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്ര തീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയായി എന്നാണ്. അവിടെ മനോഹരമായിട്ടുള്ളൊരു സരസ് കണ്ടു. സമുദ്രതീരത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് സമുദ്രതീരത്തൊരു സരസ് എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രക്കുളാണെന്നൊക്കെ പറയാറുണ്ട് ഭക്തന്മാർ. എന്തായാലും അതിൽ സ്നാനത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയ സമയത്ത് അവിടെ നിന്നും സ്നാനം കഴിഞ്ഞു വരുന്ന പാർവതീ പരമേശ്വരന്മാരെ കണ്ടു പ്രചേതസ്സുകൾ. അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ പ്രചേതസ്സുകളാണ്. എന്തിനിവിടെ വന്നു? ഞങ്ങൾ ഈശ്വരനെ ഭജിക്കാൻ വേണ്ടി വന്നതാ. അപ്പം മഹാദേവൻ ചോദിച്ചോ, നിങ്ങൾക്ക് വിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടു, എന്നെ ഭജിച്ചൂടെ നിങ്ങൾക്ക്? ചോദിച്ചില്ല. കാരണം വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് ആര്? മഹാദേവൻ. വൈഷ്ണവാനാം യഥാ ശംഭുഹു എന്ന് പറയാറുണ്ട്. അങ്ങനെ ഭഗവാനെ ഭജിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. നിങ്ങൾക്ക് ഭഗവാനെ കുറിച്ചറിയോ? ഭഗവാനെ എങ്ങനെ ഭജിക്കണം എന്ന് നിങ്ങൾക്കറിയോ? ഒന്നും അറിയില്ല. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചു കൊടുത്ത് ഒരു മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു എന്നാണ് അവർക്ക്. ഭഗവാനെ ഭജിക്കാനുള്ള നല്ലൊരു സ്തോത്രം, അതിന് രുദ്രഗീതം എന്നാണ് പേര് പറയാം. ചതുർത്ഥ സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായം അതാണ്.